നമസ്കാരം. കേരള മനോഹരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് യൂറോപ്പിലാണ്. യൂറോപ്യൻ മോഡൽ നഗരത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ മോഡൽ നഗരമാണ് ഫോർട്ട് കൊച്ചി. കൊച്ചഴി കൊച്ചിയായി മാറി. പിന്നീട് 1503 പോർച്ചുഗീസുകാരുടെ കോട്ട കിട്ടിയപ്പോൾ കോട്ട കൊച്ചിയായി മാറി. കേരള രൂപീകരണത്തിന് ശേഷം നമ്മുടെ നാട് ഫോർട്ട് കൊച്ചിയായി മാറി. ബ്രിട്ടീഷ് കൊച്ചി എന്നും പശ്ചിമ കൊച്ചി എന്നും അറിയപ്പെടുന്ന ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലൂടെയാണ് കേരള മനോഹരത്തിന്റെ ഇന്നത്തെ എൻ്റെ യാത്ര. ഫോർട്ട് കൊച്ചിയിൽ ഒറ്റ ദിവസത്തെ കാഴ്ചയ്ക്കായി വന്നു പോകുന്ന സഞ്ചാരികളും ഉണ്ടാകാം. ഒരു ദിവസം താമസിച്ച് ആവോളം ഫോർട്ട് കൊച്ചിയെ അനുഭവിച്ചറിഞ്ഞ് യാത്ര ചെയ്തു പോകുന്ന സഞ്ചാരികളും ഉണ്ടാകാം. ഒറ്റ ദിവസത്തെ കാഴ്ചയ്ക്കായി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചില ഇടങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടുത്തെ ചുമരുകളിൽ ഇത്തരം ആർട്ട് വർക്കുകൾ ധാരാളമായി നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് കൊച്ചിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വരാനായിട്ട് കരമാർഗമാണെങ്കിൽ 12 കിലോമീറ്ററാണുള്ളത്. ഇപ്പോൾ നേരെ മറിച്ച് നമുക്ക് വാട്ടർ മെട്രോ വഴി വരാൻ പറ്റും. അത് 20 മിനിറ്റ് എടുക്കും. എന്തായാലും ശരി തന്നെ, ഇവിടെ വരേണ്ടതാണ്. ഇവിടെ കാണാനായി നിറയെ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ നിങ്ങൾക്ക് അല്പാൽപമായി ഞാൻ എന്നിലൂടെ നിങ്ങളിലേക്ക് പകരുകയാണ്. കേരളം മനോഹരം. പ്രാവിൻപറ്റം കൂട്ടം കൂട്ടമായി തങ്ങുന്ന ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ഫോർട്ട് കൊച്ചിയിലെ യാത്ര. ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഇതാണ്. നമുക്കിങ്ങനെ ഇവിടെ ഒരു മനോഹരമായ വലിയൊരു ആൽമരമുണ്ട്. ആൽമരത്തിൽ നിറയെ പ്രാവുകളാണ്. ഈ പ്രാവുകളെ ഇങ്ങനെ ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഊട്ടി കൊടുക്കാറുണ്ട്. ഈ ചെറിയ ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവർക്ക് വാരി എറിയുമ്പോൾ അവരിങ്ങനെ സ്നേഹത്തോടെ വന്ന് കഴിച്ചിട്ട് പോകും. ഇതിങ്ങനെ പറന്നു പോകുന്നതാണ് എന്ത് രസമാണ് അല്ലേ. ഇങ്ങനെ സമയം പോകാനായിട്ട്, സമയം ചെലവിടാനായിട്ട് വരുന്നവരുണ്ട്. ഇവിടെ ചുറ്റും പ്രാവുകളാണ്. ഇവിടെ മുഴുവൻ പ്രാവുകളാണ്. ഇപ്പോൾ എല്ലാവരും പലയിടത്തും അത് അങ്ങോട്ടൊക്കെ പറന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഇതും ഈ ടൂറിസത്തിന് വരുന്ന അല്ലെങ്കിൽ വിനോദസഞ്ചാരമായി വരുന്ന ആൾക്കാർക്ക് ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ ഈ ഇടവും കാണാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. കൊച്ചി ഇതിലെ ഇവിടെ നമുക്ക് ഓരോ ഇടങ്ങളിലെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് ഒരു ചെറിയൊരു റൂട്ട് മാപ്പ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് INS ദ്രോണാചാര്യ, പട്ടാളം ഗ്രൗണ്ട്, മാരിടൈം മ്യൂസിയം, ഞാലിപ്പറമ്പ് ജംഗ്ഷൻ, വെള്ളി ഗ്രൗണ്ട്, ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം, ഇങ്ങനെ മാത്രമല്ല എല്ലാം ഒരു ചുറ്റുവട്ടത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അലഞ്ഞു തിരിയേണ്ടി വരില്ല. അതല്ലേ വാക്ക് വേ. നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ കടലിനോട് ചേർന്ന് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന മനോഹരമായൊരിടത്തേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ആ കാണുന്ന വാക്ക് വേയിലേക്ക്. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ വന്നാൽ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇടമാണ് വാക്ക് വേ. കടലിനോട് ചേർന്ന് ഇങ്ങനെ കടലിരമ്പുന്ന ശബ്ദം കേട്ടുകൊണ്ട് കുടുംബത്തോടൊപ്പം ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണ്. ഉറപ്പായിട്ടും ഫോർട്ട് കൊച്ചിയിലെത്തിയാൽ ഇവിടം വരാതെ നിങ്ങൾ പോകരുത്. വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ കുടുംബത്തോടൊപ്പം വന്നിട്ട് ഇങ്ങനെ നടക്കാനും ഇരിക്കാനും തമാശകൾ പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടമാണത്. ബീച്ച് ഇങ്ങനെ നമ്മുടെ തൊട്ടരികിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വാക്ക് വേയിലൂടെ കുറച്ച് ദൂരം വാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
വാക്ക് വേയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മനോഹരമായ ഇതുപോലുള്ള കെട്ടിടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പഴയ ശൈലിയിലുള്ളതുണ്ട്, പുതിയ ശൈലിയിലുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ മരങ്ങളുണ്ട്, വിശാലമായി നടക്കാനുള്ള പ്രദേശം. ഇത് വാക്ക് വേയുടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതുപോലെ പല പല സ്ഥലങ്ങളിലായിട്ട് ഓരോ ഇടങ്ങളിലേക്ക് മുൻപോട്ട് പോയി നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ വ്യൂ പോയിന്റ് വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ ബീച്ചിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഷിപ്പിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ ആ സെൽഫി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടെ വരുന്ന ആളോട് പറഞ്ഞുകൊണ്ട് ഫോട്ടോസ് എടുക്കാം. വാക്ക് വേയിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിനുള്ള സമയം അവർ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് സിനിമകൾക്ക് നമ്മൾ കണ്ട പല സിനിമകളുടെയും പല രംഗങ്ങളും ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ഫോർട്ട് കൊച്ചിയിലെ വാക്ക് വേയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ഈ നാട്ടുകാരാണോ? വയനാട്ടിലെവിടെ? ബത്തേരി. എല്ലാവരും ഇവിടെ എന്താ ആവശ്യം? ഇവിടെ അപ്പൊ ഇവിടെ വന്ന കാര്യം എന്തെങ്കിലും ആവശ്യം? എവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളൊക്കെ? SB. ഓ, അവിടെയാണല്ലോ എൻ്റെ ഓഫീസ് ഉണ്ടല്ലോ ഇവിടെ. ആ, ഓക്കെ. വാക്ക് വേയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? വന്നപ്പോ പറഞ്ഞു അല്ലേ? ഇവിടെ എവിടെ ഫോർട്ട് കൊച്ചി എവിടെയൊക്കെ പോയി? ഇപ്പൊ എന്താ പ്ലാൻ? ഇനി എന്തൊക്കെയാണ്? ഇത് വാക്ക് വേ ആണ്. ഇനി അപ്പുറത്ത് വാസ്കോ ഹൗസ് ഉണ്ട്. വാസ്കോഡ് ഗാമ താമസിച്ചിരുന്ന സ്ഥലമുണ്ട്. വാസ്കോഡ ഗാമയുടെ ശവകുടിയിലുള്ള സ്ഥലമുണ്ട്. പിന്നെ ബാസ്റ്റ്യൻ ഹൗസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പൊ വന്ന കാര്യം നടക്കൂലല്ലേ? ശരി, സന്തോഷം. ഇതുപോലെ ധാരാളം സഞ്ചാരികൾ, വിനോദസഞ്ചാരികളുണ്ട്, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വന്നിട്ട് കൊച്ചിയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നവരൊക്കെ ഈ വാക്ക് വേയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ഫോർട്ട് ഇമ്മാനുവൽ. പോർച്ചുഗീസുകാരുടെ ഒരു കോട്ടയായിരുന്നു ഇത്. 1503 ഈ കോട്ട നിർമ്മിച്ചത്. പക്ഷെ പിൽക്കാലത്ത് 1806 ഡച്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഒക്കെ ഇത് ഇടിച്ചു തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഫോർട്ട് ഇമ്മാനുവലിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. എങ്കിലും ഇത്രയെങ്കിലും കാണാനായി ബാക്കി വെച്ചതിൽ വലിയ സന്തോഷം. വാക്ക് വേയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വാക്ക് വേയുടെ എൻഡിലായിട്ട് നമുക്ക് ഈ ഫോർട്ട് ഇമ്മാനുവൽ കാണാം. ഈ വാക്ക് വേയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റീം ബോയിലർ കാണാം. ഈ പറഞ്ഞ ചില ഐക്കോണിക് പോയിന്റുകൾ. തീർച്ചയായിട്ടും നമുക്കറിയാം കൊച്ചിയുടെ ഒരു ഫോർട്ട് കൊച്ചിയുടെ എന്ന് പറയുന്ന സമയത്ത് ചില ഐക്കോണിക് ആയിട്ട് ചില സിമ്പിൾസുകളുണ്ട്. അതിലൊന്നാണ് ഈ സ്റ്റീം ബോയിലർ. 1956 മുതൽ 20 വർഷത്തോളം കാലം കൊച്ചിൻ ഡ്രൈ ഡോക്കിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീം ബോയിലറുകളാണ് ഈ ഇരിക്കുന്നത്. നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. ചെറുകിട കച്ചവടക്കാരുടെ തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മീൻസ് വാക്ക് വേയിൽ നടക്കുന്ന ആൾക്കാരുടെ തിരക്ക് കൂടുന്നതനുസരിച്ച് കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. രാവിലെ വരുമ്പോൾ ഇത്രത്തോളം തിരക്കില്ലായിരുന്നു ഇവിടെ.
ഫോർട്ട് കൊച്ചി കരിക്ക് കുടിച്ചിരുന്നുണ്ട്. ഇത് ഫോർട്ട് കൊച്ചി കരിക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ മോഡൽ നഗരമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. അപ്പോൾ കാണാം, കെട്ടിടങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആ പഴയ തനത് വാസ്തുശില്പകല ഉപയോഗിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. അപ്പോൾ പുതിയ കെട്ടിടങ്ങൾ വരാൻ ഉള്ള അനുമതി നമ്മുടെ സർക്കാർ കൊടുക്കുന്നുമില്ല. കാരണം വെച്ചാൽ ഈ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു സിമ്പൽ അല്ലെങ്കിൽ ആ ഒരു ശൈലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ തെരുവിലൂടെ, ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. അതാണ് ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കൊളോണിയൽ അധിനിവേശത്തിന്റെ അത്രയും പഴക്കമുള്ള മുത്തശ്ശി മരങ്ങൾ ഇങ്ങനെ തണൽ വിരിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയെ മനോഹരിയാക്കുന്നു. ഇത് വാസ്കോ ഡ ഗാമ സ്ക്വയർ. ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നു. ഇത് കുട്ടികളുടെ കളിസ്ഥലം, നെഹ്റു പാർക്ക്. കുട്ടികളോടൊപ്പം വരുമ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന മനോഹരമായ നെഹ്റു പാർക്ക്. നെഹ്റു പാർക്കിനടുത്തുള്ള ഈ കോഫി ഷോപ്പുകളിൽ പോലുമുണ്ട് ഒരു കൊളോണിയൽ സ്റ്റൈൽ. ഫോർട്ട് കൊച്ചിയിലെത്തിയാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മറ്റൊരിടമാണ് ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം. അകത്തേക്ക് പോകാം. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്ന ആളെ കിട്ടുമ്പോഴാണ് നമുക്ക് ഏറെ സന്തോഷമാണ്. കാരണം ഓതന്റിക്കായിട്ട് തന്നെ പറയണം എൻ്റെ കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ സാറിൻ്റെ പേര് ജെറാൾഡ് എന്നാണ്. എൻ്റെ പേര് ജെറാൾഡ് ജോർജ് ജോസഫ്. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? എന്നൊക്കെ ഈ രണ്ട് ബങ്കേഴ്സ്, ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പണിത ബങ്കേഴ്സ് ആണ്. ഒന്ന് ആ ബങ്കർ, ഒന്ന് ഈ ബങ്കർ. ബങ്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഈ ഭൂമിക്കടിയിലാണ് ബങ്കറുകൾ നിർമ്മിക്കാറുള്ളത്. ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുകയും പടക്കോപ്പുകൾ സൂക്ഷിക്കുകയും ചെയ്ത സ്ഥലമാണ് ബങ്കറുകൾ. അന്ന് മുകളിലായിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ആക്സസിലെ ജപ്പാൻകാർ ബർമ വരെ വന്ന്, അപ്പം ബ്രിട്ടീഷുകാർക്ക് പേടിയുണ്ടായിരുന്നു അവർ കൊച്ചിയിലേക്ക് വരുമെന്ന് ഓർത്ത് ഈ രണ്ട് ബങ്കേഴ്സ് 1938 പണിത്. പക്ഷേ ഭാഗ്യവശാൽ ജപ്പാൻകാർ കൊണ്ട് വന്നുമില്ല. പിന്നെ നേവിക്കാർക്ക് അത് പൊളിച്ചളയാൻ ഇത്ര ബുദ്ധിമുട്ടായി. ഓഹോ. നമ്മ ഓസ ക്ലാസ് മിസൈൽ ബോട്ടിൽ നിന്ന് ഫയർ ചെയ്യണേ, ഷിപ്പിൽ നിന്ന് ഫയർ ചെയ്യണല്ല. ഓസ ക്ലാസ് മിസൈൽ ബോട്ട്, അത് 45 മീറ്ററാണ് നീളം. പക്ഷെ അതിന്റെ സ്പീഡ് അപാരമാണ്, 40 knots ആണ്. വൈസ് അഡ്മിറൽ ഈസി കുരുവിലായിരുന്നു, തിരുവല്ലക്കരം വൈസ് അഡ്മിറൽ ഈസി കുരുവിലായിരുന്നു ഈ ഫ്ലീറ്റിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. വൈസ് അഡ്മിറൽ ഈസി കുരുവില്ല കറാച്ചി പോർട്ട് ടാർഗറ്റ് ചെയ്യാൻ കാരണം കറാച്ചി പോർട്ട് പാകിസ്ഥാൻ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതുകൂടാതെ പാകിസ്ഥാൻ മർച്ചന്റ് ഷിപ്സ് കറാച്ചിയിലാണ്, എണ്ണപ്പാടകൾ കറാച്ചിയിലാണ്. അപ്പം നമ്മൾ ഏത് ദിവസം കറാച്ചി പോർട്ടിനെ കത്തിയരിയിച്ച് ആ ദിവസമാണ് നമ്മൾ എല്ലാ കൊല്ലവും നേവി ഡേ ആയിട്ട് ആചരിക്കുന്നത്, ഡിസംബർ 4-ാം തീയതി.
മ്യൂസിയത്തേക്ക് വന്നപ്പോൾ കേട്ടറിവില്ലാത്തൊരു കാര്യം, ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. വാസ്കോഡഗാമ 1498 കാപ്പാട് വന്നിറങ്ങി ഒരു ചരിത്രം മാറ്റിമറിക്കുകയായിരുന്നു. നമുക്കറിയാം ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ നമ്മുടെ നാട്ടിലെത്തി അത്ഭുതകരമായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റൊരാളുണ്ടായിരുന്നു എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ സാർ? അത് തന്നെ, കാഞ്ചിമലം. ഗുജറാത്തി പൈലറ്റായ കാഞ്ചിമലമിന്റെ കൂടെയാണ് വാസ്കോഡഗാമ കോഴിക്കോടേക്ക് എത്തുന്നത്. എവിടെ വെച്ചാലും സാർ അത്? മെലൻഡി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കാഞ്ചിമലം അദ്ദേഹം എവിടെയായിരുന്നു? ആഫ്രിക്കൻ കോണ്ടിനെന്റില് പുള്ളിക്കാരൻ കൊല്ലങ്ങളായിട്ട് അവിടെ ഐവറിയും ഗോൾഡിന്റെ ഒക്കെ ബിസിനസ് ചെയ്യണായിരുന്നു. ഇദ്ദേഹം ബേസിക്കലി ഇവിടുത്തുകാരാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തില്, നമ്മുടെ ഗുജറാത്തില് ഗുജറാത്തില് കച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്നുള്ള വ്യക്തിയാണ് ഇയാൾ. കച്ച് നമ്മുടെ ഭൂകമ്പം ഉണ്ടായ സ്ഥലമല്ലേ ഇടയ്ക്ക്? അപ്പൊ ഗുജറാത്തി പൈലറ്റ് എപ്പോഴും മെലൻഡിയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ യാദൃശ്യമായിട്ട് ഗുജറാത്തി പൈലറ്റിന് വാസ്കോഡഗാമ കണ്ടുമുട്ടി. പിന്നെ വാസ്കോഡഗാമയുടെ യാത്ര ഈ ഗുജറാത്തി പൈലറ്റ് പറഞ്ഞ പോലെ ഇരുന്ന് ആ റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഈ കാഞ്ചിമലത്തെ കുറിച്ച് നമ്മൾ ആരും അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം, അല്ലേ? അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വാസ്കോഡഗാമ ഈ പറഞ്ഞ പോലെ കോഴിക്കോടും അത് കഴിഞ്ഞ് കൊച്ചിയിലൊക്കെ ഒന്നും എത്തില്ലായിരുന്നു. ഓരോന്നിനൊരു നിമിത്തമുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെയാണ്, ഈ വഴി തെളിക്കുന്ന ആള് പലപ്പോഴും നമ്മുടെ കണ്ണിൽ പെടാറില്ല. ഒരു ബങ്കറിൽ നിന്ന് അടുത്ത ബങ്കറിലേക്ക് എത്തി. ഈ ബങ്കറിലുള്ള കാഴ്ചകൾ നേവിയുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ കോസ്റ്റ്യൂംസിന്റെ രീതി, അവരുടെ ഡ്രസ്സുകൾ, അവരുടെ യൂണിഫോമിന്റെ രീതികൾ, അവരുടെ മെഡൽസ്, അതിനെപ്പറ്റിയൊക്കെയാണ്. എന്തായാലും ഒരുപാട് അറിവുകളാണ് നമ്മളിങ്ങനെ ഓരോ നിമിഷവും നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയുടെ കേരളം മനോഹരം എന്ന പ്രോഗ്രാമിന്റെ ഈ യാത്രയോടൊപ്പം ഇത്തരം ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ കൂടി അറിയിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ചാരിതാർത്ഥത്തോടെ തൽക്കാലം ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അങ്ങയുടെ അറിവിനും അങ്ങയുടെ സ്നേഹത്തിനും ഈ വാക്കുകൾക്കൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ, അതായത് നമ്മുടെ വളരെ മറ്റൊരു സംസ്കാരത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നത്. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ മാറി നിൽക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് എത്ര വൈവിധ്യങ്ങളാണ് നമ്മുടെ സംസ്കാരം, ഓരോ ഇടവും ഓരോ തരത്തിലാണ്. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നതിൽ ധാരാളം കാഴ്ചകളുണ്ട്, പറയാനും കാണാനും ഒക്കെ ആസ്വദിക്കാനൊക്കെ ഒരുപാട് ഇടങ്ങളുണ്ട് നമുക്ക്. എന്നാലും പരിമിതമായ ഈ സമയം കൊണ്ട് ഇത്ര കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നു. ഞാനിവിടെ നാപ്പിയർ ഹെറിറ്റേജ്, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാവാം നാളത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ. കേരളം മനോഹരം.